Hi viewers, welcome back to my YouTube channel. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് ഒരു 1 മന്തോളം എടുക്കാൻ പറ്റിയില്ല. സോ ഇനി തൊട്ടിട്ട് നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡെഡിക്കേറ്റഡ് ടു ദ ഓൾ ന്യൂ മംസ് ആൻഡ് ഓൾ ദ ഓൾഡ് മംസ് എന്ന് പറയാൻ പറ്റില്ല, ഓൾ ദി മംസ് ഔട്ട് ദെയർ. ഓക്കെ, അപ്പോൾ എല്ലാ അമ്മമാർക്കും ഇനി അമ്മമാരാവാൻ പോകുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ബേബി പ്രോഡക്ട്സ്. അപ്പോൾ ബേബി പ്രോഡക്ട്സ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഞാൻ കുഞ്ഞിക്ക് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതാണ്, മോർ ലൈക്ക് എ കമ്പാരിസൺ വീഡിയോ. ആൻഡ് പിന്നെ എന്തൊക്കെ പ്രോഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക്, ഇനി നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡൈപ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഡൈപ്പേഴ്സ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഡൈപ്പേഴ്സിനെ കുറിച്ചിട്ട് ഏതൊക്കെയാണ് യൂസ് ചെയ്യണതെന്ന് പറയണേക്കാൾക്ക് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മൾ മറ്റുള്ളവർക്ക് എന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ള കുറേ പേർക്ക് ഒരു ധാരണയുണ്ട് ഈ ഡൈപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല, ഫുൾ റാഷസ് വരും കുട്ടികൾക്ക്, ഇറ്റ്സ് ബാഡ് ഫോർ കിഡ്സ് എന്നാണ് പലരും വിചാരിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ ഈ ഒരു ധാരണ തെറ്റാണ്. ബിക്കോസ് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. കാരണം കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ലത് ഈ ഡൈപ്പേഴ്സ് അല്ലെങ്കിൽ പാമ്പേഴ്സ് യൂസ് ചെയ്യുന്നതാണ് റാദർ ദാൻ ദിസ് ക്ലോത്ത്. കാരണം ഈ തുണി ഉപയോഗിക്കുമ്പോൾ കുട്ടികളിൽ അവരിപ്പോൾ മൂത്രമൊഴിക്കുക എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഈർപ്പം അല്ലെങ്കിൽ ഒരു നനവ് അവിടെ ഇരുന്നിട്ട് അവർക്ക് അതിൽ നിന്നാണ് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതൽ. അപ്പം ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈപ്പേഴ്സ് ആർ മോർ ഗുഡ് ദാൻ യൂസിങ് ദിസ് ഓൾഡ് മെത്തേഡ്സ് ആൻഡ് എവറിത്തിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ എനിക്കിത് പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിയുടെ ഡോക്ടർ അവർ പറഞ്ഞു തുണി യൂസ് ചെയ്യേണ്ട ഉണ്ടെങ്കിൽ കൂടുതൽ ഡൈപ്പേഴ്സ് യൂസ് ചെയ്താൽ മതി. സോ ഇന്ന് വരെ ജനിച്ചതിന് ശേഷം കുഞ്ഞിക്ക് തുണി ഉപയോഗിച്ചിട്ടില്ല. ജനിച്ചിട്ട് തൊട്ടിട്ട് ഈ ദിവസം വരെ അവൾക്ക് നമ്മൾ ഡൈപ്പേഴ്സാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവൾക്ക് യൂസ് ചെയ്ത ഡയപ്പേഴ്സിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്തത് മാനി പോക്കോ പാൻസ് ആണ്. ഇപ്പം ഞാൻ UK ഇന്ത്യൻ പ്രോഡക്ട്സ് ആൻഡ് ഇവിടുത്തെ പ്രോഡക്ട്സും ഞാൻ പറയാം. അപ്പോൾ ഇന്ത്യയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ മാനി പോക്കോ പാൻസ് ആണ് യൂസ് ചെയ്തത്. ഇവിടെ ഞാൻ ഫോട്ടോ കൊടുക്കാം. അപ്പോൾ ഈ മാനി പോക്കോ പാൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് ഞാൻ കുഞ്ഞിക്ക് നാട്ടിൽ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയപ്പർ എന്ന് പറയുന്നത് മാനി പോക്കോ പാൻസ് ആണ് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ബേബി ഹഗിൻ്റെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ബേബി ഹഗിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് അതിൻ്റെ സ്റ്റിക്കറൊന്നും അത്ര നല്ലതായിരുന്നില്ല. പിന്നെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി വളരെ ലോ ആയിരുന്നു. സോ കമ്പാരിറ്റീവ്ലി എനിക്ക് ബേബി ഹഗിൻ്റെ എല്ലാ പ്രോഡക്ട്സ് അല്ല, ഡൈപ്പേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്തത് പാമ്പേഴ്സാണ് കുഞ്ഞിക്ക്. പാമ്പേഴ്സ് ന്യൂ ബോൺ പാമ്പേഴ്സ് അടിപൊളിയായിരുന്നു. പക്ഷേ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ന്യൂ ബോൺ അല്ലാത്ത പാമ്പേഴ്സ് നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ അലോവേര അതിൻ്റെയൊക്കെ പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്ത് നോക്കി. ഇറ്റ് വാസ് ഓക്കെ ബട്ട് നോട്ട് സോ ഗുഡ്. ഏറ്റവും ബെസ്റ്റ് ഞാൻ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് മാനി പോക്കോ പാൻസ് ആണ് കേട്ടോ. പിന്നെ ഞാൻ UK വന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് മാനി പോക്കോ പാൻസ് സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ ബിക്കോസ് നമുക്കത് ഓർഡർ ചെയ്യേണ്ടി വരും. വേറെ ഏതെങ്കിലും നമ്മൾ eBayയിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഓർഡർ ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ വൺസ് ഇപ്പോൾ നമുക്ക് ഈസി ആക്സസിബിൾ ആയിട്ട് വൺസ് ഇപ്പോൾ നമ്മളൊരു മാർക്കറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മോളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈസിലി പിക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇവിടുത്തെ കുറച്ച് ലോക്കൽ പ്രോഡക്ട്സ് ഉണ്ട്. അതിലേതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് ഇവിടെ ഞാൻ വന്നതിന് ശേഷം കുഞ്ഞിക്ക് ഫസ്റ്റ് യൂസ് ചെയ്തതെന്ന് പറയുന്നത് ലൂപ്പിൻ എന്ന് പറഞ്ഞ ഈ ഒരു പാമ്പേഴ്സാണ്. ഇത് ആസ് യു ക്യാൻ സീ ഹിയർ, ഇത് സത്യം പറയാൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. വെരി ബാഡ് ക്വാളിറ്റി, വലിയ ഒരു സുഖമില്ലാത്തൊരു ഇത്. വളരെ ലൈറ്റാണ്. അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഇറ്റ് വാസ് നോട്ട് ഗുഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പരീക്ഷിച്ചു. അടുത്തത് ഞാൻ എടുത്തത് നട്ട്മെഗ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇത് അത്യാവശ്യം ഓക്കെ ആയിരുന്നു. നട്ട്മെഗിൻ്റെ അൾട്രാ ഡ്രൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതാണ്. ഇതിൻ്റെ കവർ മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പിന്നെ യൂസ് ചെയ്തത്. ഇത് കുഞ്ഞിക്ക് ഓക്കെ ആയിരുന്നു ബട്ട് നോട്ട് സോ ഗുഡ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഞാൻ മേടിച്ചത് ഫ്രെഡ് ആൻഡ് ഫ്ലോൻ്റെ ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ മേടിച്ചത്. ഇത് അടിപൊളി പാമ്പേഴ്സാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പം ഞാൻ കൂടുതൽ കുഞ്ഞിക്ക് യൂസ് ചെയ്യുന്നത് ഈ ഫ്രെഡ് ആൻഡ് ഫ്ലോൻ്റെ ഈ ഒരു പാമ്പേഴ്സാണ്. ഈ പാമ്പേഴ്സും
ഈ ഡൈപ്പേഴ്സും ആണ്. ഈ ഡൈപ്പേഴ്സും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പാമ്പേഴ്സ്, കുഞ്ഞിക്കുള്ള പാമ്പേഴ്സ്. ഈ ഒരു പാമ്പേഴ്സും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രെഡ് ആൻഡ് ഫ്ലോൻ്റെയും ഈ പാമ്പേഴ്സ് ആയാലും ഫ്രെഡ് ആൻഡ് ഫ്ലോ ആയാലും നമ്മൾ ഇങ്ങനെ മാറി മാറി ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുഞ്ഞിക്ക്. ഇത് രണ്ടും ബെസ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ UK വന്നതിന് ശേഷം ഞാൻ പല ടൈപ്പ് കുഞ്ഞിക്ക് വേറെ കുറേ പ്രൊഡക്ട്സും യൂസ് ചെയ്ത് നോക്കി ഡൈപ്പേഴ്സ്. പക്ഷേ എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പാമ്പേഴ്സും ഫ്രെഡ് ആൻഡ് ഫ്ലോൻ്റെ ഈ ഡൈപ്പേഴ്സും ആണ് കേട്ടോ. പാമ്പേഴ്സ് ഒരു വ്യത്യാസമുണ്ട് കണ്ടോ, ആസ് യു ക്യാൻ സീ ഹിയർ നല്ല ക്യൂട്ടായിട്ടുള്ള പാമ്പേഴ്സാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പാമ്പേഴ്സും ഇവിടുത്തെ പാമ്പേഴ്സും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കാരണം നാട്ടിലത്തെ പാമ്പേഴ്സ് എന്ന് പറയുമ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പാമ്പേഴ്സിന് അത്ര ക്വാളിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാം. ഇവിടുത്തെ പാമ്പേഴ്സ് അടിപൊളി ക്വാളിറ്റിയാണ്. ക്വാളിറ്റി മാത്രമല്ല ഗൈസ്, നല്ല റേറ്റും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഫ്രെഡ് ആൻഡ് ഫ്ലോൻ്റെ പാക്കറ്റിന് അറൗണ്ട് ഒരു 250 pounds ആണ് വരുന്നതെന്നുണ്ടെങ്കിലും 2.50 pounds ആണ് വരുന്നതെങ്കിലും പാമ്പേഴ്സിന് അറൗണ്ട് ഒരു 10 അത്രയും ആ ഒരു റേഞ്ച് അത്ര പൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാമ്പേഴ്സ് ഇത്തിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാമ്പേഴ്സ് കുഞ്ഞിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യും, ആൻഡ് ഫ്രെഡ് ആൻഡ് ഫ്ലോ വീട്ടിലും യൂസ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് പാമ്പേഴ്സ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ബേബി വൈപ്സ് ആണ്. ബേബി വൈപ്സ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അധികം യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ലൈക്ക് എൻ്റെ ഡോക്ടർ പറഞ്ഞു ബേബി വൈപ്സ് ഇസ് നോട്ട് സോ ഗുഡ്. അത് ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഫ്രാഗ്രൻസ്ഡ് ആയിട്ടുള്ള ബേബി വൈപ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അധികം ആൽക്കഹോൾ കണ്ടൻറ്റ് ഇല്ലാത്തതും 100% പ്യുവർ വാട്ടർ കണ്ടൻറ്റ് ഉള്ള ഒരു ഫ്രാഗ്രൻസ് ഇല്ലാത്ത പാമ്പേഴ്സ് അല്ല നമ്മുടെ ഈ ഒരു വൈപ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ബെറ്റർ എന്ന് ഞാൻ പറയും. ഇപ്പം നമുക്കിവിടെ വൈപ്സ് യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. സോ നാട്ടിലുള്ളപ്പോൾ ഞാൻ കൂടുതലും നമ്മൾ ഈ ഒരു ചൂടുള്ള മുക്കി തുടച്ച് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. വൈപ്സും യൂസ് ചെയ്തിരുന്നു. പക്ഷേ വൺസ് ഇവിടേക്ക് നമ്മൾ വന്നതിന് ശേഷം നമുക്ക് ആ ഒരു മെത്തേഡ് നമുക്ക് കൂടുതൽ ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വൈപ്സിലോട്ട് കംപ്ലീറ്റ്ലി മാറി. സോ കംപ്ലീറ്റ്ലി ഒരു സ്വിച്ചിങ് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ വൈപ്സിലോട്ട്. അപ്പോൾ ബേബി വൈപ്സ് എന്ന് പറയുമ്പോൾ പല കമ്പനീസിൻ്റെ ഇറക്കുന്നുണ്ട്. ഇപ്പം നാട്ടിലുള്ള സമയത്ത് ഞാൻ ബേബി വൈപ്സ് പല പ്രൊഡക്ട്സിൻ്റെ പല കമ്പനീസിൻ്റെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഹിമാലയയുടെ ആദ്യം നോക്കി. ഹിമാലയയുടെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഹിമാലയയുടെ വൈപ്സ് ഔട്ട് ഓഫ് 10 I will rate only 7 ബിക്കോസ് ഭയങ്കര ഫ്രാഗ്രൻസ്ഡ് ആണ്. ഒരുമാതിരി മൂക്കിലടിച്ചു കയറുന്ന സ്മെല്ലാണ്, ആൽക്കഹോൾ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞിന് അത്ര നല്ലതല്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്തത് ജെൻറ്റിൽ വൈപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്തത്. അത് നല്ല അടിപൊളി പ്രൊഡക്റ്റായിരുന്നു. 100% വാട്ടർ കണ്ടൻ്റ് ഉള്ള ഒരു ആൽക്കഹോൾ ഫ്രീ ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. ഞാനത് യൂസ് ചെയ്തത് അത് നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. അത് പിന്നെ നാട്ടിലുള്ളപ്പോൾ ഞങ്ങൾക്ക് മോർ അതായിരുന്നു, ആ ഒരു പ്രൊഡക്റ്റായിരുന്നു കുഞ്ഞിക്ക് കണ്ടിന്യൂ ചെയ്തിരുന്നത്. പിന്നെ വൺസ് ഇവിടേക്ക് വന്നതിന് ശേഷം പിന്നെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഫ്രെഡ് ആൻഡ് ഫ്ലോൻ്റെ തന്നെ ഈ ഒരു ബേബി വൈപ്സ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫ്രാഗ്രൻസ്ഡ് ആണ്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഇല്ലാത്തത് നമുക്ക് കിട്ടും. ഞാൻ ഫ്രാഗ്രൻസ്ഡ് ഇപ്പോൾ മേടിച്ചേക്കുന്നത് വൺസ് നമ്മൾ ട്രാവൽ പർപ്പസിനാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ലൈക്ക് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഫ്രാഗ്രൻസ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ബിക്കോസ് കുറച്ച് സ്മെല്ലിന്. പക്ഷെ നമ്മൾ വീട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതല്ല കേട്ടോ. വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഇവിടെ ഹഗീസിൻ്റെ ഇത് 100% പ്യുവർ ആയിട്ടുള്ള ഒരു വൈപ്സ് ആണ്. ഫ്രാഗ്രൻസ് ഇല്ല, നല്ല ഫോമി കൺസിസ്റ്റൻസി, ഗുഡ്. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. കുഞ്ഞിക്ക് ഇതാണ് കൂടുതൽ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. പുറത്ത് പോകുമ്പോൾ ഫ്രെഡ് ആൻഡ് ഫ്ലോൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പം ദിസ് ഈസ് ഓൾ അബൌട്ട് നമ്മുടെ വൈപ്സ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്, ഡൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ അമ്മമാർ ഇത് മുഴുവനും ഇതുപോലത്തെ എല്ലാ വേസ്റ്റും കളഞ്ഞ് പാമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡൈപ്പേഴ്സ് ഇങ്ങനെ നടുപൊളിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ഈ ജെല്ലും സാധനങ്ങളൊക്കെ ആദ്യം സെപ്പറേറ്റ് ചെയ്ത് പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക് കത്തിക്കുകയാണ് ചെയ്യാറ്. നാട്ടിൽ നമുക്ക് അതാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ വേറൊരു മാർഗ്ഗമില്ല. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയല്ല. ഇവിടെ ഞാൻ വന്നപ്പോൾ നമുക്ക് നമ്മുടെ വേസ്റ്റ് ഓഫ് കോഴ്സ് ഇവിടെ ഗവൺമെൻറ് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ബിന്നിലാണ് ഇതൊക്കെ ഇടാം. ബ്ലാക്ക് ബിന്നിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഡൈപ്പേഴ്സ് ഇടുമ്പോൾ ഭയങ്കര സ്മെല്ലി ആയിരിക്കും. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് വേറൊരു സംഭവമുണ്ട്. ഇതാണ് ആ സംഭവം. ഇതെന്ന് പറയുന്നത് എവ്രി ഡേ വാല്യൂ 300 നാപ്പി ബാഗ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് ഒരു 300 നാപ്പി ബാഗ്സ് ഉണ്ടായിരിക്കും. ലൈക്ക് കണ്ടോ, കവറ് ഇതിൻ്റെ അകത്ത് ഇടാം, കെട്ട നമ്മുടെ ബ്ലാക്ക് ബിന്നിലിടാം.
അതായിരിക്കും ഏറ്റവും ബെറ്റർ, സ്മെൽ ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ക്രീംസ് കാര്യങ്ങളൊക്കെയാണ് അടുത്തത്. നാട്ടിലുള്ളപ്പോൾ ഞാൻ കുഞ്ഞിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സെബാമെഡിൻ്റെ പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഇവിടെ കൊടുക്കാം. സെബാമെഡിൻ്റെ മറ്റേ ബോഡി വാഷ്, സെബാമെഡിൻ്റെ തന്നെ മോയ്സ്ചറൈസർ, സെബാമെഡിൻ്റെ ഷാംപൂ, എവറിത്തിങ് സെബാമെഡിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹിമാലയയുടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഹിമാലയയുടെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞ മാതിരി ഒരുപാട് ഫ്രാഗ്രൻസ് ആണ്. കാരണം കുഞ്ഞു കുട്ടികൾക്ക് ഈ ഫ്രാഗ്രൻസ് ഉള്ള സാധനങ്ങൾ ഒരുപാട് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് കൂടുതൽ ഈ മണമുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതല്ല കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഒട്ടും മണമില്ലാത്ത സാധനങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. ബിക്കോസ് മണം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് അവർ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിച്ച് മീൻസ് ദ പ്രോഡക്റ്റ് ഈസ് ഹാവിങ് മോർ ആൽക്കഹോൾ കണ്ടന്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് മിക്ക ബേബി പ്രോഡക്ട്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഫ്രാഗ്രൻസ് ഇല്ലാത്തത് നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നാട്ടിലുള്ളപ്പോൾ ഞാൻ സെബാമെഡിൻ്റെ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഹിമാലയയുടെ യൂസ് ചെയ്തു, ഇറ്റ് വാസ് നോട്ട് സോ ഗുഡ്. ബട്ട് എനിക്ക് ഞാൻ ചൂസ് ചെയ്യുന്നത് സെബാമെഡിൻ്റെ പ്രോഡക്ട്സ് ആണ്. ഇച്ചിരി റേറ്റ് കൂടുതലാണ്, ബട്ട് ഗുഡാണ് കേട്ടോ. പിന്നെ വൺസ് ഞാൻ ഇവിടേക്ക് വന്നതിന് ശേഷം ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന കുഞ്ഞിക്കുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എവീനോടെയാണ് കേട്ടോ. ഈ എവീനോ ബേബി ലൈക്ക് ദിസ്, ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. നല്ല കോസ്റ്റ്ലിയാണ്. നമ്മുടെ നാട്ടിലും ഇത് നല്ല റേറ്റ് ഉണ്ട്. നാട്ടിലിത് അവൈലബിൾ ആണ്. ഇതുപോലത്തെ ഒരു പാക്കിംഗ് എല്ലാം തോന്നുന്നു. ബട്ട് എവീനോയുടെ പ്രോഡക്ട്സ് നാട്ടിൽ അവൈലബിൾ ആണ്. ബട്ട് നാട്ടിലും ടു കോസ്റ്റ്ലിയാണ്, ഇവിടെയും ടു കോസ്റ്റ്ലിയാണ്. അപ്പോൾ എന്താ പറയുക, ഇതൊട്ടും നമ്മുടെ ഫ്രാഗ്രൻസ്ഡ് അല്ല. ഇത് രണ്ടെണ്ണത്തിന് മണമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒട്ടും സ്മെല്ലില്ല. പിന്നെ എന്താ പറയുക, സൾഫേറ്റ് ഫ്രീ ആണ്, ടിയർ ഫ്രീ ആണ്, ഡൈ ഫ്രീ ആണ്, ആൻഡ് നോ ആൽക്കഹോൾ കണ്ടന്റ്. ദാറ്റ്സ് എ മെയിൻ ഹൈലൈറ്റ്. സോ ഇത് ഈ രണ്ട് പ്രോഡക്ട്സ് ആണ്. ഇത് മറ്റേ ബോഡി വാഷ് ആൻഡ് ദിസ് വൺ ഇസ് ബോഡി മോയ്സ്ചറൈസർ. അപ്പോൾ ഈ രണ്ട് പ്രോഡക്ട്സ് ആണ് കുഞ്ഞിക്ക് നമ്മൾ മേത്ത് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് സെറ്റാഫിൽ ബേബിയുടെ. സെറ്റാഫിലിൻ്റെ പ്രോഡക്റ്റ് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നു. സെറ്റാഫിലിൻ്റെ ബേബി പ്രോഡക്ട്സ് ഒരുപാട് നാട്ടിൽ അവൈലബിൾ ആണ്. ഇത് നാട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഞാൻ. ഇത് സെറ്റാഫിലിൻ്റെ എല്ലാ പ്രോഡക്ട്സും നല്ല ബെസ്റ്റ് പ്രോഡക്ട്സ് ആണ്. ബിക്കോസ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് നമുക്ക് എല്ലാ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. നാട്ടിൽ നിന്ന് മേടിച്ച സെറ്റാഫിലിൻ്റെ ബേബി ഷാംപൂ ആണ് കേട്ടോ അത്. കുഞ്ഞിക്ക് ഞാൻ ഈ ഷാംപൂ ആണ് യൂസ് ചെയ്തത്. ഇവിടെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ഷാംപൂ ആണ്. ഫോർ ഈ ഒരു താരൻ പോലെ ഈ പൊച്ചകൾ ഉണ്ടാവില്ല കുട്ടികൾക്ക്, അപ്പോൾ അതൊക്കെ പോവാനും എന്താ പറയുക, കുട്ടികൾക്ക് നല്ല ഹെയർ ഡ്രൈ ആവാണ്ട് സ്കാൽപ്പൊക്കെ ഡ്രൈ ആവാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷാംപൂ ആണ് ഈ സെറ്റാഫിലിൻ്റെ ഈ ഒരു ബേബി ഷാംപൂ എന്ന് പറയുന്നത്. സെറ്റാഫിലിൻ്റെ ഈ ബേബി ഷാംപൂ നാട്ടിൽ നിന്ന് മേടിച്ചാൽ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സെറ്റാഫിലിൻ്റെ ഒരുപാട് വേറെ പ്രോഡക്ട്സും നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സെബാമെഡ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സെറ്റാഫിലിൻ്റെ യൂസ് ചെയ്താൽ മതി. സെറ്റാഫിലിനും ഇത്തിരി റേറ്റ് കൂടുതലാണ്. അപ്പോൾ എന്താ പറയുക, നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഐ ചൂസ് സെറ്റാഫിൽ ആൻഡ് സെബാമെഡ്. ആൻഡ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ വിത്ത് നോ ഡൗട്ട് ഐ വിൽ ചൂസ് ദ എവീനോ ബേബി. ഈ കുഞ്ഞുങ്ങളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും, ചേച്ചി ഈ സ്മെല്ലില്ലാത്ത സാധനങ്ങൾ മേടിച്ചിട്ട് കുട്ടികളെ പിന്നെ ഒരു മാതിരി പൊട്ട സ്മെല്ലടിക്കില്ലേ, ഒരു മണമില്ലാണ്ട് പിന്നെ എങ്ങനെയാണ് കുട്ടികൾക്കൊരു ഇതുണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കും. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, വീട്ടിലുള്ളവർ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു മണമില്ലാത്ത സാധനങ്ങൾ മേടിച്ചിട്ട് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് അവർക്കൊരു നല്ലൊരു മണമൊക്കെ വേണ്ടേ എന്ന് ചോദിക്കും. പക്ഷേ ഞാൻ പറയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ സ്കിൻ എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആണ്. അവർക്ക് സെൽഫായിട്ട് ഒരു സ്മെല്ലുണ്ട്. അവർക്ക് സെൽഫായിട്ട് നല്ല സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് തന്നെ ഒരു സ്മെല്ലുള്ളപ്പോൾ നമ്മൾ കൂടുതൽ ആർട്ടിഫിഷ്യൽ സ്മെല്ലുകളൊക്കെ ആഡ് ചെയ്ത് അവർ സ്മെല്ലിയാക്കേണ്ട ആവശ്യം നമുക്കില്ല. മനസ്സിലായോ? അതാണ് മെയിൻ പോയിന്റ്. പിന്നെ പൗഡേഴ്സ്, ആൾക്കാർ കൂടുതൽ പൗഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് യൂസ് പൗഡേഴ്സ്. ബിക്കോസ് ബേബി പൗഡേഴ്സ് ആർ മോർ ഹാർംഫുൾ ടു അവർ ബേബി. ബിക്കോസ് അവർക്ക് കൂടുതൽ ഈ ബ്രീത്തിങ് പ്രോബ്ലംസ്, അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു പൗഡേഴ്സ് യൂസ് ചെയ്യണോണ്ട് ഉണ്ടാവും. അപ്പോൾ ശരിക്കും നമ്മൾ പണ്ടൊക്കെ ഒരുപാട് അമ്മമാർ പൗഡേഴ്സ് ഇട്ട് തന്നിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ പണ്ടത്തെ പോലെ അല്ല. ലൈക്ക് ഇപ്പോഴത്തെ മിക്ക പ്രോഡക്ട്സിലും കുറേ കെമിക്കൽ compositions and everything is getting higher than before. സോ കൂടുതൽ നമ്മൾ ഈ ബേബി പൗഡേഴ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. ഈവൻ ഡോക്ടേഴ്സ് പോലും പറയുന്നുണ്ട് ബേബി പൗഡേഴ്സ് ഇപ്പോൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതല്ലാന്ന്. അതുകൊണ്ട് ഞാൻ കുഞ്ഞിക്ക് ഒട്ടും ബേബി പൗഡേഴ്സ് യൂസ് ചെയ്യാറില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യമാണ് കണ്ണെഴുതുന്നത്. കുട്ടികൾക്ക് കണ്ണെഴുതുന്നത് നമുക്കൊരു ഭംഗിക്കാണ്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ
ഇപ്പോൾ ഡോക്ടേഴ്സ് മിക്ക ആൾക്കാരും റെക്കമെൻഡ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് കണ്ണെഴുതി കൊടുക്കരുതെന്നാണ്. ബിക്കോസ് ഇറ്റ് ഈസ് കണ്ടെയ്നിങ് മോർ ലെഡ് കണ്ടൻറ്റ്. കുറേ ലെഡിൻ്റെ കമ്പോസിഷൻ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ കണ്ണെഴുതി കൊടുക്കുമ്പോൾ ഈ ഒരു കരിയിൽ കൂടുതൽ ഈ എന്താ പറയുക ലെഡിൻ്റെ ഒരു അംശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പിരികനും പൊട്ടും കുത്തുന്ന പോലെയല്ല, കുട്ടികളുടെ കണ്ണിലൊക്കെ ഉള്ളിലോട്ട് എഴുതി പുറമേട്ടൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലെഡിൻ്റെ കോമ്പോസിഷൻ കുട്ടികളുടെ കണ്ണിലോട്ടും കുട്ടികൾ കണ്ണ് തിരുമ്പുമ്പോൾ ആ കൈ കൊണ്ട് തന്നെ വായിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ കൂടുതൽ വായിലോട്ടൊക്കെ പോയി കുട്ടികൾക്ക് വളരെയധികം ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോഴത്തെ കാലത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ഡോണ്ട് യൂസ് കാജൽ ഓൺ ടു ദ ബേബീസ് എന്ന് ഞാൻ പറയും. ഇപ്പം ഞാൻ ജനിച്ച സമയത്ത് ചടങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുഞ്ഞിക്ക് ഒരിക്കലും കണ്ണെഴുതി പിരികനെഴുതി അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ചിലർ പറയും പിരികൻ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പിരികം വലുതാവില്ല എന്ന്. അത് വെറും ഒരു മിത്താണ്. ബിക്കോസ് എവ്രിതിങ് ഈസ് ജെനറ്റിക്സ്. കുട്ടികളുടെ പിരികനായാലും എല്ലാതും ജെനറ്റിക്കലി അവരുടെ ബോഡിയിൽ ഓൾറെഡി പ്രോസസ്ഡ് ആൻഡ് എന്താ പറയുക അവരുടെ ബോഡിയിൽ അത് ഓൾറെഡി സെറ്റാണ്. അപ്പോൾ അവരുടെ പിരികൻ എങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്ന് അവരെ ജനിച്ചപ്പോൾ തന്നെ അവരുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിരികൻ ഉണ്ടാവേണ്ട കുട്ടിയാണെങ്കിൽ ഉണ്ടാവും. അതൊക്കെ ജെനറ്റിക്സ് ആണ്. കുട്ടികളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പോലെ ഇരിക്കും പിരികനും കണ്ണും മൂക്കും തേങ്ങയും എല്ലാ സാധനങ്ങളും അല്ലാണ്ട് നമ്മൾ ഈ കണ്ണിട്ട് പാലെഴുതി അല്ലെങ്കിൽ നമ്മൾ പിരികൻ എഴുതിയിട്ടൊന്നും വേണ്ട കുട്ടികൾക്ക് പിരികൻ ഉണ്ടാവാനും കണ്ണു വലുതാവാനും ഒക്കെ. സോ ഇതൊക്കെ ഒരു വളരെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ബിലീഫ്സ് ആൻഡ് മിസ്കൺസെപ്ഷൻസ് ആണ്. സോ എന്താ പറയുക വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ വക കാര്യങ്ങളൊന്നും വലിയ കാര്യമുള്ളൊരു കാര്യം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്ന കോംസ് ആണ് കേട്ടോ, ഹെയർ ബ്രഷ് എന്ന് നമ്മളും പറയും. അപ്പോൾ ഇതാണ് ഞാൻ കുഞ്ഞിക്ക് യൂസ് ചെയ്യുന്ന ഹെയർ ബ്രഷസ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യില്ല കേട്ടോ, ബിക്കോസ് ഇതിൻ്റെ ബ്രിസിൽസ് വളരെ ഹാർഡാണ്. അപ്പോൾ കുറച്ചുകൂടി വലുതായിട്ടാണ് നമ്മളിതൊക്കെ യൂസ് ചെയ്യുള്ളൂ. മേടിച്ചപ്പോൾ ഈ ബ്രഷസ് മേടിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ പെയറായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി വലുതായിട്ടേ യൂസ് ചെയ്യുള്ളൂ. വി ആർ നോട്ട് യൂസിങ് നഫ്. ഇത് രണ്ടെണ്ണമാണ് ഞാൻ കുഞ്ഞിക്ക് യൂസ് ചെയ്യുന്നത്. ഇത് ഇച്ചിരി പ്ലാസ്റ്റിക് ഒരു മെറ്റീരിയൽ പോലത്തെ ഒരു സാധനമാണ്. കണ്ട പൊടി പോണ്ട് നല്ലോണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇതധികം യൂസ് ചെയ്യാറില്ല കുഞ്ഞിക്ക്, ബിക്കോസ് ഇറ്റ്സ് ബിറ്റ് ഹാർഡ്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. കണ്ടോ വളരെ സോഫ്റ്റാണ്. ഈ ഒരു ഹെയർ ബ്രഷാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഇതുപോലത്തെ ബ്രിസിൽസ് ഉള്ളത് വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ അവർക്ക് വേദന എടുക്കത്തില്ല, സേഫാണ് ഇത് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനത്തെയാണ് ഞാൻ കുഞ്ഞിക്ക് യൂസ് ചെയ്യുന്നത്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞിക്ക് എങ്ങനെയാണ് നഖം വെട്ടുന്നതെന്ന് കേട്ടോ. ഈ നെയിൽ കട്ടറും യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഈ നെയിൽ കട്ടറും യൂസ് ചെയ്യും. ഇത് രണ്ടും ബെറ്ററാണ്. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഈ ഒരു നെയിൽ കട്ടറാണ്. കാരണം ഇതെന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞിനെ കൈയൊക്കെ പിടിച്ച് വലിച്ച് എന്താ പറയുക സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അവരുടെ നഖം കൂടുതൽ മുറിഞ്ഞു പോകാനും എന്താ പറയുക ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഈ ഒരു സാധനം ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. കുഞ്ഞിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് യെസ് ഈ ഒരു നെയിൽ കട്ടറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ സാധനങ്ങളുണ്ട്. കണ്ടോ ഇതിൻ്റെ എല്ലാം കയ്യിൽ നിന്ന് പോവാണല്ലോ. വളരെ സോഫ്റ്റാണ് കണ്ടോ. ഇത് നമ്മുടെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഇപ്പം എൻ്റെ നഖം തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ കണ്ടില്ലേ നമ്മുടെ മേത്ത് ഇങ്ങനെ തട്ടിയാൽ പോലും ഒരു ആപത്തും പറ്റത്തില്ല. ഇറ്റ് ഈസ് സേഫ് ആൻഡ് സെക്യൂർ എന്ന് നമുക്ക് പറയാം. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നെയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നെയിൽ കട്ടറാണ് ഏറ്റവും ബെസ്റ്റ്. ഇതൊരു ബെസ്റ്റ് പ്രൊഡക്റ്റാണ് ഞാൻ മേടിച്ചതിൽ വെച്ചിട്ട്. പിന്നെ മാത്രമല്ല ഇതുമ്പോൾ ചെറിയ ലൈറ്റ് ഉണ്ട്. അപ്പം നമുക്ക് കണ്ടില്ലേ നഖത്തുമ്പോൾ നമുക്കിങ്ങനെ രാത്രിയൊക്കെ നഖം വെട്ടുമ്പോൾ അവൾ രാത്രി ആവുമല്ലോ കുട്ടികൾ ഉറങ്ങാറേ. ഇവൾക്ക് രാത്രി ഉറങ്ങാം കേട്ടോ കുഞ്ഞി. അപ്പോൾ രാത്രി ഞാൻ ലൈറ്റ് ഇടാണ്ട് ഇങ്ങനെ വെട്ടും. അപ്പോൾ കറക്റ്റ് നമുക്ക് കുട്ടികളുടെ കൈയൊന്നും മുറിയാതെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് നെയിൽ കട്ടറാണ് ഇത്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് എന്താ പറയുക ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് ഈ പ്രോഡക്റ്റ് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അടുത്തത് ഈ ഒരു സാധനമാണ്. ഇതെന്ന് പറയുന്നത് കണ്ട സക്ഷൻ. ഇത് നമ്മുടെ നേരെ കുഞ്ഞുങ്ങളെ മൂക്കിലൊക്കെ എന്തെങ്കിലും വെള്ളമോ ലൈക്ക് എനിത്തിങ് സ്റ്റക്കാണെന്നുണ്ടെങ്കിൽ നേരെ കയറ്റ അമർത്ത ഒറ്റ വലിക്കുക. ഇതിൻ്റെ ഉള്ളിലോട്ട് സാധനം കിട്ടും. അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. കുട്ടികളെ മൂക്കിലൊക്കെ എന്തെങ്കിലും സ്റ്റക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതും നാട്ടിൽ നിന്ന് മേടിച്ചൊരു പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ പാസിഫയർ, ദ ബെസ്റ്റ് പാസിഫയർ. ഞാൻ കുഞ്ഞിക്ക് യൂസ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാസിഫയറാണിത്. ഇത് രാത്രി ലൈറ്റ് കത്തും. അപ്പോൾ രാത്രി എവിടെ ഉണ്ടെങ്കിലും ഇത് കണ്ടുപിടിക്കാം. ഇതെന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നിപ്പിൾസാണ്.
അപ്പം ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നതിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പാസിഫൈസ് അത്ര യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കുട്ടികളുടെ മോണയൊക്കെ പൊന്തും എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അതൊരു മോണയല്ല പൊന്തുന്നത്, ടീത്ത് ഡെവലപ്മെൻറ്റിന് കുറച്ച് പ്രശ്നങ്ങൾ വരും എന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിത് എപ്പോഴും 24 മണിക്കൂർ കൊച്ചിന് വായിൽ തിരികെ കൊടുക്കുന്നത് ഞാൻ പറയില്ല. അത്യാവശ്യം ചെറുതായിട്ടൊക്കെ വാശി പിടിക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരമൊക്കെ വെച്ച് കൊടുക്കാം എന്ന് വെച്ച് നമ്മളിത് ഒരിക്കലും ശീലാക്കരുത്. നമ്മുടെ അമ്മമാരുടെ കയ്യിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു സാധനമുണ്ട്, തെർമോമീറ്റർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാനുവലി ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഡിജിറ്റൽ എനിക്ക് മേടിക്കണം, ഞാൻ ഡിജിറ്റൽ മേടിച്ചിട്ടില്ല. എനിക്ക് ഇപ്പോൾ ഇതാണ് കയ്യിലുള്ളത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് നമുക്ക് എപ്പോഴാണോ അവർക്ക് പനിക്കുണ്ടോ എന്നൊക്കെ നമുക്കറിയാലോ. അപ്പോൾ പിന്നെ പനിക്കുണ്ടോ ഇല്ലേ എന്നുള്ള ഡൗട്ടിലിരിക്കണ്ടല്ലോ. തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇറ്റ്സ് എ ബെറ്റർ വൺ. ഇത് നാട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, പെർഫെക്റ്റ് എക്സ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചൊരു ഐറ്റാണ്. സോ ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഓൾ ദ മംസ് ഷുഡ് ഹാവ്. ഇത് നമ്മുടെ ഫുഡ് കൊടുക്കുന്ന സംഭവങ്ങളാണ് കുട്ടികളെ കാണിക്കുന്നത്. മെയിനായിട്ടുള്ള കാര്യം ബിം. ഇതാണ് സിലിക്കൺ ബിമ്മാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ നിന്ന് ഏതിന്ന് മേടിച്ച് ഇവിടെ നിന്ന് ആമസോണിൽ നിന്ന് മേടിച്ചൊരു പ്രൊഡക്റ്റാണ്. UK വന്നതിന് ശേഷം. സോറി, എൻ്റെ മുടി നമ്മൾ പെട്ടു. സിലിക്കോൺ വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല കംഫി ആയിരിക്കും. ഇത് നമ്മൾ ഇങ്ങനത്തെ ബിംബായിരിക്കും കുറച്ചുകൂടി യൂസ്ഫുൾ. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്താലും എന്തെങ്കിലും ഒലിച്ചു പോയാലും ഇതിൻ്റെ ഉള്ളിൽ ഇത് വന്ന് കളക്റ്റായി നിൽക്കും. പിന്നെ നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വേറെ പല പാറ്റേൺസിൽ അവൈലബിൾ ആണ്. നാട്ടിലും ഇങ്ങനത്തെ സിലിക്കോൺ ബിംസ് അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു 3-4 എണ്ണം ഉണ്ട് കുഞ്ഞിക്ക്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സിലിക്കോൺ സ്പൂൺസ്. സിലിക്കോൺ സ്പൂൺസിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടോ, കുട്ടികൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ചിലപ്പോൾ നമുക്കൊന്ന് തള്ളിത്തിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ സ്റ്റീലിൻ്റെ സ്പൂണ്, അങ്ങനത്തെ സ്പൂണൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഈ ഒരു മോണയും ചുണ്ടും നാവും ഒക്കെ പൊട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സിലിക്കോൺ സ്പൂൺസ് ആണ്. ഇതാവുമ്പോൾ കുട്ടികൾക്ക് വളരെ സേഫാണ്. കാരണം ഇപ്പോൾ അവർക്ക് ടീത്തിങ്ങിൻ്റെ ടൈമിലൊക്കെ നമ്മൾ സിലിക്കോൺ സ്പൂൺസിലാണ് ഫുഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കടിച്ച് പിടിച്ച് കുറച്ചേരൊക്കെ ഇരുന്നോളും. അപ്പോൾ ഇതും നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് നമ്മളുടെ ഈ ഒരു സ്റ്റീലിനേക്കാൾക്കും ഏറ്റവും ബെസ്റ്റ് ഇതാണ്. അപ്പോൾ വിചാരിക്കും നമ്മൾ പാത്രം ഏതെടുക്കണം എന്ന്. പാത്രം ഏറ്റവും ബെസ്റ്റ് കുട്ടികൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കാൻ എടുക്കുന്ന പാത്രം സ്റ്റീൽ. അത് സ്റ്റീലാണ് നല്ലത്. ബിക്കോസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ ജേംസ് ഫ്രീ ആണ്. നമ്മുടെ മറ്റുള്ള പാത്രങ്ങൾ പോലെയല്ല. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാധനമാണ് കേട്ടോ. അപ്പോൾ ഫുഡ് ഞാൻ ഇതിലാണ് കൊടുക്കാറുള്ളൂ കുഞ്ഞിക്ക്. സ്പൂൺ മാത്രമാണ് സിലിക്കോൺ യൂസ് ചെയ്യുന്നത്. ഫുഡൊക്കെ എപ്പോഴും കൊടുക്കുന്നത് സ്റ്റീൽ പ്ലേറ്റ്സിലും സ്റ്റീലിലാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ഓഫ് മോർ ഹൈജീൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാനൊക്കെ ഇതാണ് നല്ലത്. പിന്നെയെന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് നിബ്ലറാണ്. ഈ ഒരു ഫ്രൂട്ട് നിബ്ലർ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിങ്ങനെ ഫിറ്റ് ചെയ്യണ സംഭവമാണ് കേട്ടോ. അതിപ്പോൾ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വല്ല ഓറഞ്ചിൻ്റെ കഷ്ണമോ മുന്തിരിയുടെ കഷ്ണമോ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഉള്ളിലാക്കി ഫിറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരെ കൊടുക്കും. അപ്പോൾ പിള്ളേർ ഇത് ചപ്പി പിടിച്ച് കുറേ നേരം അങ്ങനെ കിടന്നോളും. അപ്പോൾ ഇതും നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇറ്റ്സ് എ ഫ്രൂട്ട് നിബ്ലർ എന്നാണ് ഇതിനെ പറയുക. ഇതും മേടിച്ച് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കുറുക്ക് കൊടുക്കുന്നത് തന്നെ ഒരു ബോട്ടിൽ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫുഡ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് നമ്മളിതൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. സ്ക്വീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ലൈക്ക് എന്താ പറയുക, ഇത്തിരീശായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഈ നോസിലിൻ്റെ ഉള്ളിൽ കൂടെ ഫുഡ് ഇതിലോട്ട് വരും. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് എന്താ പറയുക അധികം മെസ്സില്ലാണ്ട് ഈ പാത്രവും സ്പൂണൊന്നും എടുത്ത് മെനക്കെടാണ്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇതിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ. അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ബോട്ടിൽ. ഇതാണ് ഞാൻ ആദ്യം മേടിച്ചത്. ടോമി ടിപ്പി ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് മോറിസൺസിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതിൻ്റെ ഈ ഒരു പോർഷൻ വളരെ ഹാർഡാണ്. കുട്ടികൾ ഇതെങ്ങാനും പിടിച്ചത് ഇങ്ങനെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവർ മോണയൊക്കെ പൊട്ടിപ്പോവും. പിന്നെ മാത്രമല്ല ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് കുറേ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകും. ബിക്കോസ് ഹോൾസ് ആർ ബിഗ്. അതുകൊണ്ട് വെള്ളം ഒരുപാട് അവരൊന്നും ഇങ്ങനെ ആചരിക്കുമ്പോഴേക്കും ഒരുപാട് വെള്ളം പോകും ഇതിൻ്റെ പുറത്തു കൂടെ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഈസ് പ്യുവർ പ്ലാസ്റ്റിക്, സോ ഇറ്റ്സ് നോട്ട് ഗുഡ്. പിന്നെ ഇത് ഊരിക്കഴുകാൻ, ഇതിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ, ഇതിങ്ങനെ ഊരിക്കഴുകാൻ ബുദ്ധിമുട്ട്. അപ്പോൾ കുട്ടികൾക്ക് പരമാവധി ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാണ്ടിരിക്കുക. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ മേടിച്ച ഒരു ബോട്ടിലാണ് ഇനക് എന്ന് പറഞ്ഞ ഈ ഒരു ബോട്ടിൽ.
ഇങ്ങനത്തെ ബോട്ടിലാവുമ്പോൾ ഇറ്റ്സ് വെരി ഗുഡ് ബിക്കോസ് ഇത് കംസ് വിത്ത് എ ടോപ്പ്. ആൻഡ് അത് മാത്രമല്ല ഇത് സിലിക്കോൺ ആണ്. ആസ് യു ക്യാൻ സീ ഹിയർ വെരി സ്മൂത്താണ്. ഇവിടെ നമുക്ക് ഹോള് കാണാൻ പോലും ഇല്ല. ഇത് കുട്ടികൾ ചരിച്ചാൽ പോലും കണ്ട ഒരു ജസ്റ്റ് ഡ്രോപ്പ് വൈസേ വെള്ളം പോകത്തുള്ളൂ. മറ്റേത് ഇങ്ങനെ പൈപ്പ് തുറന്നോണ്ടും പോകും. ഇത് ജസ്റ്റ് ഡ്രോപ്പ് വൈസ് മാത്രമേ വെള്ളം പോകത്തുള്ളൂ. പിന്നെ കുട്ടികൾ ആഞ്ഞ് ശക്തിയായിട്ട് വലിച്ചാൽ മാത്രമാണ് വെള്ളം ഇതിനുള്ളിൽ കൂടെ പോകത്തുള്ളൂ. അപ്പോൾ ദിസ് ഈസ് എ വെരി ഗുഡ് പ്രോഡക്റ്റ്. പിന്നെ മാത്രമല്ല ഇവിടെ മെഷറിങ് സ്കെയിൽസ് ഉണ്ട്. പിന്നെ ഇത് വളരെ എളുപ്പമാണ് കഴുകാനൊക്കെ. ഹായ് പറഞ്ഞേ കുഞ്ഞി, ഹലോ. അപ്പോൾ കുഞ്ഞെണീറ്റു. ഇനി എനിക്കൊരു രക്ഷയില്ല, വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെയും പിടിച്ചിരുത്തണം, എന്നാലാണ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ പുത്രി എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. കുഞ്ഞിറങ്ങുന്ന സമയത്താണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളെന്താണ് കണ്ട ഈ ഒരു ചീർപ്പ് ഹാർഡാണ്, സോ ബെറ്റർ ഡോണ്ട് യൂസ്. അതുകൊണ്ട് നമ്മൾ മറ്റേ ചീർപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾ എപ്പോഴും ഓർക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ 6 മന്ത്സിന് ശേഷമാണെങ്കിൽ കുട്ടികൾക്ക് വെള്ളം കൊടുക്കണം കേട്ടോ. കാരണം അവർക്ക് എണീറ്റ് കഴിയുമ്പോൾ അവർ ഇത്തിരി തേഴ്സ്റ്റി ആയിരിക്കും. സോ ഗീവ് ദം സം വാട്ടർ. ഹായ് പറഞ്ഞ കുഞ്ഞി, ഹലോ. കുഞ്ഞിക്ക് ഈ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമായിട്ടാ. അങ്ങനെ സോറി. അടുത്തതെന്ന് പറയുന്നത് ഡ്രൈ ഷീറ്റ്. ഇത് വളരെ ചെറിയൊരു ഡ്രൈ ഷീറ്റ് ഉണ്ട് എൻ്റെ കയ്യിലിരിക്കുന്നത്. മൂത്രം ഒഴിച്ചാലൊക്കെ നമ്മുടെ ബെഡ് വൃത്തിയേടാക്കത്തില്ല. അപ്പോൾ ഡ്രൈ ഷീറ്റ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ന്യൂ ബോൺസിന് മാത്രമല്ല, ഈ ഒരു കുട്ടികളുടെ ഒരു പ്രായം വരെ ഈ ഒരു ഡ്രൈ ഷീറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഷീറ്റ്സ് പല സൈസിൽ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ പല ടൈപ്പ് ഉള്ള സൈസസ് ഉണ്ട്. ലൈക്ക് ട്രാവലിന് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സൈസ് ഉണ്ട്. ഈവൻ നമ്മുടെ ബെഡിലേക്കുള്ള കിങ് സൈസ് ഡ്രൈ ഷീറ്റ്സ് വരെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ ഫസ്റ്റ് ക്രൈ എന്നാണ് മേടിച്ചത്. നാട്ടിൽ ഫസ്റ്റ് ക്രൈയിൽ ഒട്ടുമിക്ക എല്ലാ നല്ല പ്രോഡക്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇച്ചിരി ലെങ്ത് ആയി പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് പാർട്ടെന്ന് ഉദ്ദേശിക്കുന്നത് കുഞ്ഞിക്ക് എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത്, കുഞ്ഞിക്ക് എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത്, ഞങ്ങൾ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത്, ഏതൊക്കെ ഫുഡാണ് ഞങ്ങൾ കഴിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞിന് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ ബൈ.